ഹായ് ഓൾ, എന്റെ പേര് മെറൻ റിസാറോയ്. ബ്രില്യന്റിലെ റെസിഡൻഷ്യൽ ബാച്ചിലർ സ്റ്റുഡന്റ് ആയിരുന്നു. ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഫസ്റ്റ് ഇയർ MBBS സ്റ്റുഡന്റ് ആണ്. 2023 നീറ്റിൽ എന്റെ ഓൾ ഇന്ത്യ റാങ്ക് 408ഉം കേരള റാങ്ക് 16ഉമായിരുന്നു. സ്കോർ 695. 2024 നീറ്റിന് ഇനി ഏകദേശം ഒരു മാസം കൂടി സമയമാണ് ബാക്കിയുള്ളത്. അപ്പൊ എല്ലാവർക്കും ഓൾ യൂണിറ്റ് മോഡൽസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ടാവും. അതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു എക്സാം സ്കിപ്പ് ചെയ്യാണ്ടിരിക്കുക. പിന്നെ അവസാനത്തെ ഒരു മാസം നമുക്ക് ഏറ്റവും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യം എപ്പോഴൊക്കെയാണ് റിവൈസ് ചെയ്യേണ്ടത്, എപ്പോഴൊക്കെയാണ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്യേണ്ടത്, ഇനി ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മാത്രം ഫോക്കസ് ചെയ്താൽ മതിയോ, അതോ ഇനി ഫോർമുലയും തിയറിയും ഒക്കെ ഒന്നുകൂടി ബ്രഷപ്പ് ചെയ്തെടുക്കണ്ടേ എന്നുള്ള കൺഫ്യൂഷൻസ് ആയിരിക്കും എല്ലാവർക്കും ഉള്ളത്. അപ്പൊ ഞാൻ അവസാനത്തെ ഒരു മാസം ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു ദിവസം, അതായത് എല്ലാ ദിവസവും ഞാൻ 2 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വീതം ചെയ്യുമായിരുന്നു. അതിന്റെ കൂട്ടത്തിൽ തന്നെ റിവൈസ് ചെയ്യും, ഫോർമുലാസ് ഒക്കെ ഒന്ന് ബ്രഷപ്പ് ചെയ്തെടുക്കുമായിരുന്നു. എപ്പോഴൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ, രാവിലെ നമ്മൾ എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കഴിക്കുന്നതിന് മുന്നേ തിയറി ആയിരിക്കും റിവൈസ് ചെയ്യുക. ബയോളജിയിൽ നമുക്കൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു 1-2 ലെസൺസ് എടുത്ത് വായിക്കും. ക്വസ്റ്റ്യൻസ് ചെയ്യാനുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താലേ. അപ്പൊ രാവിലെ നമ്മൾ ഫുള്ളായിട്ട് നമുക്കൊരു പ്രത്യേക ടോപ്പിക്കലി ക്വസ്റ്റ്യൻസ് ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യും, തിയറി റിവൈസ് ചെയ്യും. അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും രാവിലെ ചെയ്യാം. ഇനി ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇരുന്ന് ചെയ്യും. അതായത് ഇനി ഓൾ യൂണിറ്റ് എക്സാം ഉള്ള ഒരു ദിവസമാണെങ്കിൽ അതിന്റെ പ്രിപ്പറേറ്ററി മോഡൽ നമുക്ക് ലേണിംഗ് ആപ്പിൽ വന്നിട്ടുണ്ടാവും, അതായിരിക്കും അറ്റൻഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഓൾറെഡി ഉള്ള ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് ചെയ്യുമായിരിക്കും, പ്രാക്ടീസ് പേപ്പർ ആയിരിക്കും ചെയ്യുന്നത്. അങ്ങനെ ഉച്ചയോടുകൂടി നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് കഴിയുന്നു, അതിന്റെ അനാലിസിസും തെറ്റിപ്പോയ ക്വസ്റ്റ്യൻസും ഒക്കെ നോക്കുന്നു. പിന്നെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഉച്ച കഴിഞ്ഞിട്ട് ഓൾ യൂണിറ്റ് മോഡൽ ഉണ്ടെങ്കിൽ അത് പോയി അറ്റൻഡ് ചെയ്യുന്നു ബ്രില്യന്റിന്റെ സെന്ററിൽ. അല്ലെങ്കിൽ എക്സാം ഇല്ലാത്ത ദിവസമാണെങ്കിൽ പോലും ആ ടൈമിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത്. നമ്മൾ റിയൽ നീറ്റ് എക്സാമിന്റെ ടൈമാണ്. അപ്പൊ ആ ടൈമിൽ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ബോഡിയും മൈൻഡും ഒക്കെ സെറ്റ് ആയിട്ടിരിക്കണം. അത് കഴിഞ്ഞിട്ട് ആ ക്വസ്റ്റ്യൻ പേപ്പറിന്റെയും ആൻസേഴ്സും അനാലിസിസും ഒക്കെ നമ്മൾ വൈകുന്നേരത്തോടു കൂടി തീർക്കുന്നു. പിന്നെ രാത്രി ടൈം ആവുമ്പോൾ നമ്മൾ ചായയൊക്കെ കുടിച്ച് രാത്രി ആവുമ്പോൾ നമ്മൾ ഏകദേശം ടയേർഡ് ആയിട്ടുണ്ടാവും. അപ്പോൾ ആ ടൈമിൽ നമുക്ക് റിവൈസ് ചെയ്യാം. ഞാൻ അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ആ ടൈമിൽ ഇനോർഗാനിക് കെമിസ്ട്രി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചാപ്റ്ററിൽ, ഫിസിക്സിന്റെ ചിലപ്പോൾ ഒരു ചാപ്റ്ററിൽ കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് ചെയ്യണം, അത് തന്നെ ഫോക്കസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. തിയറി റിവൈസ് ചെയ്യുന്നതാണ് ഞാൻ രാത്രി ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ മിസ്റ്റേക്ക് ബുക്സ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ മിസ്റ്റേക്സ് ഒക്കെ ഒന്ന് എടുത്ത് നോക്കാം, ഷോർട്ട് നോട്ട്സ് വായിക്കാം. അങ്ങനത്തെ കാര്യങ്ങളാണ് രാത്രി ചെയ്തുകൊണ്ടിരുന്നത്. എങ്ങനെ തന്നെ ആയാലും നമ്മുടെ റിവിഷൻസും ക്വസ്റ്റ്യൻ പേപ്പറും എപ്പോഴൊക്കെയാണ് ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്, എപ്പോഴൊക്കെയാണ് റിവൈസ് ചെയ്യേണ്ടത്, ഇതിന് കൃത്യമായിട്ടൊരു പ്ലാനിങ് ഉണ്ടായിരിക്കണം. പിന്നെ റിവൈസ് ചെയ്യുന്നതും എവിടുന്നെങ്കിലും ഒക്കെ എടുത്ത് റിവൈസ് ചെയ്യാതെ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് എനിക്ക് വീക്ക് ആയിട്ടുള്ളത്. പിന്നെ നമുക്ക് ഓൾ യൂണിറ്റ് മോഡൽസ് എഴുതുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏത് ചാപ്റ്ററിലാണ് ഞാൻ കുറച്ച് എനിക്ക് അറിയാത്ത ചാപ്റ്റർ. ആ ചാപ്റ്റേഴ്സ് പ്രത്യേകം ഫോക്കസ് ചെയ്ത് ഈ റിവിഷൻ ടൈമിൽ ചെയ്യാൻ ശ്രമിക്കണം. സബ്ജക്ട് വൈസ് അപ്രോച്ചിനെ കുറിച്ച് പറയാനാണെങ്കിൽ എല്ലാവരും കേട്ട് മടുത്തൊരു കാര്യമായിരിക്കും, എങ്കിലും പറയാം. ഫിസിക്സിൽ നമ്മൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഫോക്കസ് ചെയ്യേണ്ടത്. കെമിസ്ട്രിയിൽ ഇനോർഗാനിക് കെമിസ്ട്രി കൂടുതൽ വായിക്കണം. പിന്നെ ഓർഗാനിക് കെമിസ്ട്രി ആണെങ്കിൽ റിയാക്ഷൻസ് എല്ലാം ഓർത്തിരിക്കാൻ ശ്രമിക്കാം. പിന്നെ ഫിസിക്കൽ കെമിസ്ട്രി അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് കൂടുതൽ പ്രാക്ടീസ് ചെയ്യാം. ബയോളജി ശരിക്കും വായിക്കുക. റിപ്പീറ്റഡ് ആയിട്ടുള്ള റിവിഷൻസ് നമുക്ക് നല്ലോണം ഹെൽപ്ഫുൾ ആണ്. ഞാൻ റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ റിവൈസ് ചെയ്തുകൊണ്ട് തന്നെ എനിക്ക് നീറ്റ് 2023 ബയോളജിക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിരുന്നു. ബയോളജി നമ്മൾ പ്രത്യേകം എടുത്ത് പറയേണ്ട ഒരു കാര്യം, ബയോളജിയാണ് ഏറ്റവും വെയിറ്റേജ് ഉള്ള സബ്ജക്ട്. അത് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് എക്സാമിന് വരുന്നതും ബയോളജിയിൽ നിന്നാണ്. അപ്പോൾ ബാക്കി സബ്ജക്റ്റിന് കൊടുക്കുന്ന പോലെ അല്ലെങ്കിൽ ബാക്കിയുള്ള സബ്ജക്റ്റിനേക്കാളും കുറച്ചധികം ഇമ്പോർട്ടൻസ് ബയോളജിക്ക് ഈ അവസാനത്തെ ഒരു മാസം കൊടുക്കേണ്ടതായിട്ടുണ്ട്. റിവിഷൻ ചെയ്യുമ്പോൾ ബയോളജിക്ക് കുറച്ചുകൂടെ ഒരു ഊന്നൽ കൊടുത്തുകൊണ്ട് പഠിക്കേണ്ടതുണ്ട്. ഇനി എക്സാംസ് നമ്മൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഇനിയുള്ള എക്സാംസ് നമ്മൾ എങ്ങനെയാണ് റിയൽ നീറ്റ് എക്സാം അറ്റൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതേപോലെ തന്നെ ടൈം മാനേജ് ചെയ്ത്, ഇപ്പം ബയോളജിക്ക് ചിലപ്പം ആദ്യത്തെ 45 മിനിറ്റിൽ അല്ലെങ്കിൽ ഒരു 40 മിനിറ്റ്സ് 50 മിനിറ്റ്സിൽ ബയോളജി അറ്റൻഡ് ചെയ്യണം എന്നായിരിക്കും എല്ലാവരും ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത്രയും ടൈം എടുത്തുകൊണ്ട് തന്നെ ഈ മോഡൽസ് എഴുതാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കണം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ OMR ഫില്ല് ചെയ്യുമ്പം അവസാനത്തേക്ക് ബബിൾ മാർക്കിംഗ് ഒന്നും അവസാനത്തേക്ക് മാറ്റി വെക്കാതെ ആൻസേഴ്സ് അറ്റൻഡ് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ ബബിൾസ് മാർക്ക് ചെയ്ത് പോകും. അല്ലെങ്കിൽ അവസാനം നമുക്ക് ടൈം കിട്ടില്ല, ടെൻഷനാവും. അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നമുക്കറിയാം റിയൽ നീറ്റ് എക്സാമിന്റെ ഒരു ലെവല് നമുക്ക് പ്രൊഡിക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഏത് രീതിയിൽ എക്സാം വന്നാലും അതൊക്കെ എഴുതാൻ നമ്മളെ ഏബിൾ ആക്കുന്ന രീതിയിലായിരിക്കും ബ്രില്യന്റിലെ എക്സാംസ് നടക്കുന്നത്. ചില എക്സാംസ് നല്ല ഡിഫിക്കൽട്ട് ആയിരിക്കും, അപ്പോൾ സ്കോറും റാങ്കും ഒക്കെ താഴെ പോകാൻ സാധ്യതയുണ്ട്. പക്ഷെ അതിലൊന്നും ടെൻഷൻ അടിക്കുകയോ സങ്കടപ്പെടുകയോ ഒന്നും ചെയ്യാതെ എന്തൊക്കെയാണ് എനിക്ക് തെറ്റ് പറ്റിയത്, എവിടെയാണ് എനിക്ക് മിസ്റ്റേക്ക് പറ്റിയത് എന്നൊക്കെ മനസ്സിലാക്കി അതൊക്കെ തിരുത്തി അടുത്ത എക്സാമിന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ ശ്രമിക്കണം.
പിന്നെ കമ്പാരിസണും കാര്യങ്ങളൊക്കെ ചെറിയ രീതിയിൽ കമ്പാരിസൺ നല്ലതാണ്, ഹെൽത്തി കോമ്പറ്റീഷൻസ് ഒക്കെ എപ്പോഴും നല്ലതാണ്. എങ്കിലും ബാക്കിയുള്ളവർ എങ്ങനെയാണ് പഠിക്കുന്നതെന്നോ അവരെങ്ങനെയാണ് എക്സാംസ് എഴുതുന്നത് അതൊന്നും നമ്മുടെ കൺട്രോളിലുള്ള കാര്യങ്ങളല്ല. പക്ഷെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ഇടുന്ന എഫേർട്ടും നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളും ഒക്കെയാണ്. നമ്മൾ മാക്സിമം എഫേർട്ട് ഇട്ടാൽ നമുക്ക് ഏറ്റവും ഡിസേർവിംഗ് ആയിട്ടുള്ള രീതിയിൽ തന്നെ റിസൾട്ട് നമുക്ക് ലഭിക്കും. പിന്നെ ഞാൻ റെസിഡൻഷ്യൽ ബാച്ചിലെ ഒരു കുട്ടിയായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഈ പ്രാവശ്യത്തെ ബോർഡ് എക്സാമും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പൊ ബോർഡ് എക്സാമിന്റെ ടൈമിൽ കുറച്ചു പേരെങ്കിലും നീറ്റിന്റെ മോഡലും അല്ലെങ്കിൽ നീറ്റിന്റെ രീതിയിലുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ ചെറുതായിട്ടൊന്ന് മാറ്റി വെച്ചിട്ടുണ്ടാകും. ഇപ്പൊ ബോർഡ് എക്സാംസ് ഒക്കെ കഴിഞ്ഞുകൊണ്ട് തന്നെ ഇനി തിരിച്ച് നീറ്റിന്റെ പ്രിപ്പറേഷൻസിലോട്ട് നല്ല ആക്റ്റീവായിട്ട് വരാനുള്ള ടൈമാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ നന്നായിട്ട് തന്നെ നീറ്റിന് വേണ്ടി ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ നീറ്റ് ക്രാക്ക് ചെയ്യാൻ തീർച്ചയായും പറ്റും. വരുന്ന ദിവസങ്ങളിൽ നമ്മുടെ ഹെൽത്തും സ്ലീപ്പും ഒക്കെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കൃത്യസമയത്ത് ഉറങ്ങുക. പിന്നെ ഉച്ച സമയത്ത് നീറ്റ് എക്സാം റിയൽ ആയിട്ട് എഴുതുന്ന ആ ഒരു ടൈം ഉണ്ടല്ലോ, 2 to 5:20, ആ ടൈമിൽ ഒരിക്കലും ഉറങ്ങാതിരിക്കുക. പിന്നെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. ടെൻഷൻസ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ പാരന്റ്സിനോടും ക്ലാസ് ടീച്ചേഴ്സിനോടും ഒക്കെ സംസാരിക്കാം. അപ്പൊ നമുക്ക് ടെൻഷനും സങ്കടവും ഒക്കെ കുറച്ചൊന്ന് കുറഞ്ഞു കിട്ടും. പിന്നെ റിയൽ നീറ്റ് എക്സാമിന്റെ ആ ഒരു ദിവസം അന്ന് നമുക്ക് കുറെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതായത് നമ്മുടെ ഡ്രസ് കോഡ്, പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് കയ്യിൽ കരുതാനുണ്ട്. പിന്നെ കൃത്യസമയത്ത് റിപ്പോർട്ടിംഗ് ടൈം ഉണ്ട്. റിപ്പോർട്ടിംഗ് ടൈം കറക്റ്റ് ആയിട്ട് നോക്കി സെന്ററും കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി സെന്ററിൽ കൃത്യ സമയത്ത് തന്നെ എത്തുക. ചിലപ്പോൾ നമ്മൾ പോകുന്ന വഴിയിലൊക്കെ ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് പ്രതീക്ഷിക്കുന്ന ടൈമിൽ ചിലപ്പോൾ എത്താൻ പറ്റാത്ത ഒരു സ്ഥിതിയൊക്കെ ഉണ്ടാകും. അപ്പൊ അതൊക്കെ മുൻകൂട്ടി കണ്ട് അങ്ങനത്തെ ഒരു എക്സ്ട്രാ ടെൻഷൻ നമുക്ക് അന്നത്തെ ദിവസം വരാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം. പിന്നെ എക്സാം ടൈമിൽ പുതിയ പരീക്ഷകൾക്കൊന്നും നിൽക്കാതിരിക്കുക. എങ്ങനെയാണ് നമ്മൾ മോഡൽസ് എഴുതിക്കൊണ്ടിരുന്നത് അതേ ഒരു പേസിൽ തന്നെ റിയൽ നീറ്റ് എക്സാം എഴുതുക. അപ്പൊ ഇനിയുള്ള ദിവസങ്ങൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, പ്രാർത്ഥിക്കുക. അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക.